മലയാളികളുടെ അഭിമാനമായ KS ചിത്രയുടെ മനസ്സിലെ തീരാ നോവാണ് മകൾ നന്ദന. 2011 ഏപ്രിൽ 14 തന്റെ 8 വർഷത്തെ ജീവിതം അവസാനിപ്പിച്ച് അകാലത്തിൽ വിട പറഞ്ഞു ആ കുരുന്ന്. അവൾ ഇന്നും മലയാളികളുടെ നെഞ്ചിലുണ്ട്. കഴിഞ്ഞ ദിവസം മകളുടെ ഓർമ്മദിനത്തിൽ ചിത്ര പങ്കുവച്ച കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. എനിക്ക് നിന്നെ തൊടാൻ കഴിയില്ല, നിന്നെ കേൾക്കാൻ കഴിയില്ല, നിന്നെ കാണാൻ കഴിയില്ല. പക്ഷേ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നതിനാൽ എനിക്ക് എപ്പോഴും നിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. എൻ്റെ സ്നേഹമേ, നമ്മൾ ഒരു ദിവസം വീണ്ടും കണ്ടുമുട്ടും. നിന്നെ നഷ്ടപ്പെടുന്നതിന്റെ വേദന അളവറ്റതാണ്. ആകാശത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം നീയാണെന്ന് എനിക്കറിയാം. സ്രഷ്ടാവിന്റെ ലോകത്ത് നീ സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഇതായിരുന്നു ചിത്രയുടെ കുറിപ്പ്. 14 വർഷങ്ങൾക്കിപ്പുറവും ആ അമ്മ മനസ്സ് എത്രമാത്രം ദുഃഖാർദ്രമാണെന്ന് ഈ കുറിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. കാത്തിരുന്ന് ചിത്രയ്ക്ക് ലഭിച്ച കൺമണിയാണ് നന്ദന. വിവാഹം കഴിഞ്ഞ് 15 വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രയുടെയും വിജയ് ശങ്കറിന്റെയും ജീവിതത്തിലേക്ക് നന്ദന എത്തിയത്. ഡൗൺ സിൻഡ്രോമോട് കൂടിയായിരുന്നു കുട്ടിയുടെ ജനനം. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷമാണ് ചിത്രയ്ക്ക് മകൾ പിറന്നത്. സിനിമയിൽ ചിത്ര പാടിയ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന ഗാനം അന്ന് ഏറെ ഹിറ്റായിരുന്നു. ഭക്തിയും ദുഃഖവും കലർന്ന ആ ഗാനത്തിൽ കൃഷ്ണ എന്ന് താൻ വിളിച്ചു കരഞ്ഞത് ആത്മാർത്ഥമായിരുന്നെന്നും ഒരു കുഞ്ഞില്ലാത്ത ദുഃഖം അന്ന് തന്നെ ഏറെ വേദനിപ്പിച്ചിരുന്നെന്നും ചിത്ര പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ജനിച്ച കുഞ്ഞിന് നന്ദന എന്ന് ചിത്ര പേരും നൽകി. കൃഷ്ണന്റെ വരപ്രസാദമായിരുന്നു നന്ദന എന്ന് തന്നെ ചിത്രയും ചിത്രയുടെ പ്രിയപ്പെട്ടവരും വിശ്വസിച്ചു. കുഞ്ഞു നന്ദനയുടെ വിശേഷങ്ങൾ വളരെ ആവേശത്തോടെയാണ് പിന്നീട് ചിത്ര പങ്കുവച്ചത്. അതെല്ലാം ആരാധകരും നെഞ്ചോട് ചേർത്ത് വെച്ചു. മകളും സംഗീതസിദ്ധി പ്രകടിപ്പിച്ചിരുന്നെന്നും ചിത്ര പറഞ്ഞിട്ടുണ്ട്. വളരെ അഡ്ജസ്റ്റബിളായ കുഞ്ഞായിരുന്നു നന്ദന. അതുകൊണ്ട് തന്നെ മകൾ ജനിച്ച ശേഷവും ചിത്ര സജീവമായി സംഗീത ജീവിതം തുടർന്നു. എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞ കാലം. എന്നാൽ അതിനെല്ലാം അല്പായുസായിരുന്നു. 2011 ദുബായിലെ വില്ലയിലെ നീന്തൽക്കുളത്തിൽ വീണാണ് 8 വയസ്സുകാരിയായ നന്ദന മുങ്ങി മരിച്ചത്. ജീവന് തുല്യം സ്നേഹിച്ച മകളെ അപ്രതീക്ഷിതമായി ദൈവം തിരിച്ചു വിളിച്ചപ്പോൾ അത് സത്യമാണോ ദുസ്വപ്നമാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മരവിപ്പായിരുന്നു തനിക്കെന്ന് ചിത്ര ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നന്ദനയുടെ മരണശേഷവും സംഗീത ജീവിതം തുടരുമ്പോഴും മനസ്സിലെപ്പോഴും വിങ്ങലായി ചിത്രയ്ക്കൊപ്പം ആ ഓർമ്മകളുണ്ട്. അവൾക്ക് സമ്മാനമായി കിട്ടിയ കുഞ്ഞുടുപ്പുകൾ സൂക്ഷിച്ചും ഫോട്ടോകൾ പലവുരു നോക്കിയും ചിത്രയും വിജയ് ശങ്കറും മുന്നോട്ടു പോകുന്നു. എല്ലാ വർഷവും നന്ദനയുടെ ജന്മദിനമായ ഡിസംബർ 18 ഓർമ്മദിനമായ ഏപ്രിൽ 14 ചിത്ര മനം തൊടുന്ന കുറിപ്പുകൾ പങ്കുവെക്കാറുണ്ട്. അത് കണ്ട് കേരളവും ആ അമ്മയോടൊപ്പം വേദനിക്കുന്നു.